ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളെ എല്ലാവരും ഇങ്ങനെ ഒന്നിച്ച് കാണുന്നത് എനിക്കൊരു ഉത്സവം പോലെ. ഇത് ഞാൻ വെറുതെ നിങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല കേട്ടോ. മനസ്സ് നിറഞ്ഞു തന്നെയാ പറയുന്നത്. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കുടുംബത്തെ പോലെ തന്നെയാ. അപ്പോ നീയും മുത്തശ്ശന്റെ കൂടെ സ്റ്റേജിലേക്ക് ചെല്ല്. ചെല്ല്. വാടാ. അപ്പു ചെല്ല്. നീയും വാടാ. വാ, രണ്ടുപേരും കേറി വാ. പ്രൊട്ടക്ഷന് താങ്ക്സ് സൂരി. രണ്ടുപേരെ അച്ഛൻ അറിഞ്ഞിട്ട് വിളിച്ചതാണോ അതോ അറിയാതെ വിളിച്ചതായിരിക്കുമോ? കഴിഞ്ഞ തവണ എല്ലാവരെയും വിളിക്കണമെന്ന് കരുതിയതാ. പക്ഷേ പുതിയ വീട്ടിലേക്കുള്ള മാറ്റത്തിനിടയിൽ സമയം കിട്ടിയില്ല. ഈ വീട് പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ഇമോഷൻസ് ഉള്ളൊരു അമ്പലം പോലെയാ. ഈ പുതിയ വീടിന്റെ കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടി എല്ലാവരും ഇങ്ങോട്ട് വിളിച്ചത്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സമ്മാനം തരുന്നുണ്ട്. എല്ലാവരും അത് സ്വീകരിക്കണം. ഭാർഗവി, എല്ലാം റെഡിയല്ലേ മോളെ? അതെ അച്ഛ, എല്ലാം റെഡിയാണ്. അതിപ്പോ എന്തായിരിക്കും? ഇനി എല്ലാവർക്കും വല്ല വീടും വെച്ചു കൊടുക്കുവോ? ജോ ഓഫീസില് എന്റെ പേരക്കുട്ടിയാ ബോസ്, പക്ഷെ വീട്ടില് ഭാർഗവിയാ ബോസ്. അയ്യോ, അങ്ങനെയൊന്നും പറയല്ല അച്ഛ. ഓഫീസിലായാലും വീട്ടിലായാലും അപ്പു നമ്മുടെ ബോസ്. അച്ഛാ, ഈ സമ്മാനങ്ങളൊക്കെ നമ്മുടെ അപ്പുവിന്റെ കൈകൊണ്ട് കൊടുത്താ നന്നായിരിക്കും അല്ലേ? ഇപ്പൊ തീരുമാനമാകും. എന്തോന്ന് പക്ക? അനിയാ, ഇവിടെ നല്ലൊരു ഡ്രാമ നടക്കുന്നുണ്ട്. സൂപ്പർ ഡ്രാമ, കണ്ടോണ്ടിരുന്നോ? ഓ, കറക്റ്റ് കറക്റ്റ്. അവന്റെ കൈ കൊണ്ട് തന്നെ കൊടുക്കാം. എടാ നികേതേ, വാടാ, നീ തന്നെ കൊടുക്ക്. വാ 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 വാ. അപ്പോ എന്റെ അച്ഛൻ ഒരു കില്ലാടി തന്നെയാണ്. എന്തുവാ? അപ്പോ ഈ കാര്യങ്ങളെല്ലാം അച്ഛൻ അറിയോ? എന്തൊക്കെയോ ഒരു മിസ്സിങ് തോന്നുന്നുണ്ടല്ലോ. അപ്പൊ ഈ കാര്യങ്ങൾ അറിയാവുന്ന ചെറിയ മീൻ ഞാനാണെന്നാണ് കരുതിയത്. പക്ഷെ വലിയ തിമിംഗലത്തിന്റെ അറിവോടുകൂടിയാണല്ലേ. താങ്ക് യു സരി, ജസ്റ്റ് മിസ്. ഈ ഉപഹാര സമർപ്പണേ ഇതുകൊണ്ട് തീരുന്നില്ല. എല്ലാ വർഷവും എംപ്ലോയി ഓഫ് ദി ഇയർ ആയി ഒരാളെ തെരഞ്ഞെടുത്ത് ആദരിക്കുന്നതാണ് നമ്മുടെ രീതി.
ഒരാളെ തെരഞ്ഞെടുത്തെന്ന് കരുതി ബാക്കി ആരും മോശക്കാരല്ല. അതായത് ഒരു കോണിയില് എല്ലാ പടികളും പ്രധാനം. എന്നാ ആദ്യത്തെ പടിയില്ലേ, അതാണ് ഇമ്പോർട്ടന്റ്. അതുപോലെയുള്ള ഒരാളെ തെരഞ്ഞെടുക്കും. ഇതെല്ലാം നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആകാൻ വേണ്ടിയാ അല്ലേ? അതെ 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 അതെ. ഈ വർഷത്തെ ബെസ്റ്റ് അച്ഛാ, ഈ അവാർഡെങ്കിലും അപ്പുന്റെ കൈ കൊണ്ട് കൊടുത്തൂടെ? അയ്യോ പാവം, ഒരാൾ ഒറ്റയ്ക്ക് നിന്ന് എങ്ങനെ ഇത്രയും കഷ്ടപ്പെടുന്നത്? ഓ, ഭാർഗവി, അപ്പു എങ്ങനെയാ? എങ്ങനെ നോക്കര്, ഈ വീട്ടിലെ അമ്മ നീയാ. നീ തന്നെ കൊടുക്കുന്നല്ലേ നല്ലത്. കറക്റ്റാ ഭാർഗവി, നീ തന്നെ അനൗൺസ് ചെയ്യുമോളെ. അയ്യോ, അയ്യോ അച്ഛാ, ഞാനോ? അതെ ഭാർഗവി, നീ തന്നെ അനൗൺസ് ചെയ്യ്. നിന്റെ കയ്യിൽ നിന്ന് ഒരു അവാർഡ് കിട്ടാൻ ഇവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ? അല്ലേടാ? അതെ. കണ്ടില്ലേ? പ്ലീസ് ഗോ. And the best employee of this year ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് പിച്ചക്കാരനായാലും ബിസിനസ്മാൻ ആയാലും ഞങ്ങളുടെ കണ്ണിൽ എല്ലാവരും ഒന്നാ. ഒരു വ്യത്യാസവും കാണിക്കാറില്ല. The best employee of the year is my favorite Sita. Congratulations. വാ മോളെ. ഏ ചെല്ലടി. പ്ലീസ് വരൂ. ചെല്ല്. Congratulations. Thank you, ma'am. All the best. Thank you, ma'am. Thank you, sir. നന്നായി വരും മോളെ. ഈ അവാർഡ് വേറെ ആർക്ക് കിട്ടിയിരുന്നെങ്കിലും ഇത്ര സന്തോഷം ഉണ്ടാവില്ല. സീതയ്ക്ക് കിട്ടിയതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്.
വസ്തുനിഷ്ഠമായി ബോണസിനെ കുറിച്ച് സംസാരിച്ചതിനും കൃത്യനിഷ്ഠയോടുകൂടി തന്നെ ജോലി ചെയ്തതിനും ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഉത്തേജനമാകട്ടെ. നല്ലത് മാത്രം വരട്ടെ മോളെ. താങ്ക് യു സർ. ഞാൻ വെച്ചോളാം. അമ്മേ, എനിക്ക് നിങ്ങളെ രണ്ടുപേരെ കാണാൻ തോന്നി, അതുകൊണ്ടാണ് വീട്ടിലേക്ക് വന്നത്. ബുദ്ധിമുട്ടൊന്നും ആയില്ലല്ലോ? അങ്ങനെയൊന്നും പറയല്ലേ മോനെ. എനിക്ക് നിങ്ങൾ രണ്ടും അല്ലാതെ വേറെ ആരാ ഉള്ളത്? ഇനിയിപ്പോ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഞാൻ പറഞ്ഞത് വിശ്വാസമില്ലെങ്കിൽ നിനക്കെന്താ വട്ടാണെന്ന് ചോദിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്ക്. ഓ, എന്തിനാ മോനെ അങ്ങനെ പറയുന്നേ? എത്രയോ തവണ ഞങ്ങൾ രണ്ടാളും മോൻ ഞങ്ങളുടെ മകനായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊന്നും പറയല്ലേ മോനെ. ഞാൻ നിങ്ങളുടെ മകൻ തന്നെയല്ലേ? അതുകൊണ്ടല്ലേ ഇങ്ങനൊരു ബന്ധം ഉണ്ടായത്. ആ സ്വാതന്ത്ര്യം വെച്ചൊരു കാര്യം പറയട്ടെ, രണ്ടാൾക്കും ദേഷ്യമാവരുത്. പറ മോനെ. സീത നിങ്ങളുടെ മകളാണെന്നല്ലേ പറയാറ്? അതുകൊണ്ടാ ഡയറക്റ്റായിട്ട് രണ്ടാളോടൊരു കാര്യം ചോദിക്കട്ടെ. എനിക്ക് സീത ഇതുപോലെ കഷ്ടപ്പെടുന്നത് നോക്കി നിൽക്കാൻ കഴിയുന്നില്ല. എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ തന്നെ അവരെ സഹായിക്കാൻ കഴിയും. പക്ഷേ എവിടെയോ ദൂരത്ത് നിന്ന് മൂന്നാമൻ ഒരാളായി സഹായിക്കാൻ എനിക്ക് വയ്യ. ഒരേ വീട്ടില് അവളുടെ കൈപിടിച്ച് കൂടെ നിൽക്കാനാ എനിക്ക് ആഗ്രഹം. എനിക്കതിനുള്ള യോഗ്യതയില്ലെങ്കിൽ ഇപ്പോഴേ പറഞ്ഞു. വാതിൽ തുറന്നേക്ക്, ഞാനങ്ങ് പൊയ്ക്കോളാം. അയ്യോ, ഞാൻ തന്നെ കാര്യം നിന്നോട് പറയണമെന്ന് കരുതിയതാ. പക്ഷെ മോനോട് ഇത് എങ്ങനെ പറയൂന്ന് കരുതിയിരിക്കുകയായിരുന്നു. അല്ലേ എന്നെ? സത്യമാടാ, മഹാലക്ഷ്മിയാ വീട്ടിൽ കയറി വന്നിരിക്കുന്നേ. അത് വേണ്ടെന്ന് പറഞ്ഞ് പുറത്താക്കി കഴിഞ്ഞാ വിഡ്ഢികളാവില്ല നമ്മള്. ഞങ്ങളുടെ സീതയ്ക്കൊരു ജീവിതം വേണം. അത് കൊടുക്കുന്നത് നീയാണെങ്കിൽ സന്തോഷം മാത്രമേ ഉള്ളൂ മോനെ. ഞങ്ങൾക്കും അത് ഇഷ്ടാ മോനെ. സന്തോഷമായമ്മേ. ഞാൻ സീതയെ പൊന്നുപോലെ നോക്കിക്കോളാം. അതിലൊന്നും ഞങ്ങൾക്ക് ഒരു സംശയമില്ല മോനെ. നമ്മൾ ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നടക്കണം. ഏയ്, അതൊക്കെ നടക്കൂന്നേ. അതൊക്കെ നമ്മുടെ കയ്യിലല്ലേ. എത്രയും പെട്ടെന്ന് സീതയോട് ഇതിനെ കുറിച്ച് സംസാരിക്കണം. ഞങ്ങള് സംസാരിക്കാം മോനെ. ഹായ്, കൺഗ്രാറ്റുലേഷൻസ്. ഇതില് എനിക്കൊരു പങ്കുമില്ല കേട്ടോ. ഇനി താൻ അങ്ങനെയാണ് ചിന്തിച്ചതെങ്കിൽ ആ ചിന്ത അങ്ങ് മാറ്റിക്കോ. താങ്ക് യു റാം. ഇറ്റ്സ് ഓക്കെ. ഒരേ ഒരു നിമിഷം, ഇപ്പൊ വരാവേ. യാ, പോട്ടോ. പവൻ, നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാനിപ്പോ വരാം. എന്ത് പറ്റിയടാ? എനിക്കറിയില്ലടാ, അവിടെ ഫോണിൽ എന്തോ കോള് വന്നു, ടെൻഷനായി അങ്ങ് പോയി. ഞാൻ ചോദിച്ചിട്ട് വരാം. നീ എല്ലാവരോടും ഒന്ന് സംസാരിക്കേ, ഇല്ലെങ്കിൽ നീ ആ ബോസ് എന്ന് എല്ലാവർക്കും ഡൗട്ട് വരും.
ഞാൻ ഇപ്പൊ തന്നെ വരാം. എന്ത് പറ്റി സീത? എനി പ്രോബ്ലം? സർ, കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടായിരുന്നു. എനിക്ക് അർജന്റായിട്ട് തിരിച്ചു പോകണം സർ. അയ്യോ, അവാർഡൊക്കെ വാങ്ങിയിട്ട് വേഗം പോവാന്ന് പറഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് പോവാം. ഇല്ല സർ, സോറി. ബാങ്കിൽ നിന്ന് കോള് വന്നത് ഏട്ടന് എന്തോ പ്രശ്നമുണ്ടെന്ന്. എനിക്ക് അവിടം വരെ പോയി കാര്യം എന്താന്ന് അന്വേഷിക്കണം സർ. തന്റെ ഏട്ടനായിട്ടാ ഞാനും പറയുന്നത്. ഭക്ഷണം കഴിച്ചിട്ട് പോവാം. തന്റെ ഏട്ടനായിട്ടാ ഞാനും പറയുന്നത്. ഭക്ഷണം കഴിച്ചിട്ട് പോവാം. എന്താ ഈ ഏട്ടൻ പറഞ്ഞാൽ കേൾക്കില്ലേ? താങ്ക് യു സർ. ഒരുപാട് സന്തോഷമുണ്ട്. മനസ്സറിഞ്ഞ് പറഞ്ഞത്. ഭക്ഷണം കഴിച്ചിട്ട് പോവാം. പ്രിയ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഞാൻ പോയി അവൾ എവിടെയാണെന്ന് നോക്കിയിട്ട് വരാം സർ. ഓക്കെ. എന്താ മോളെ? സർ, പ്രിയ ഇങ്ങോട്ട് വന്നിരുന്നു. ഞാൻ അവളെ നോക്കി വന്നതാ. ആ, ഇവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും മോളെ, നോക്കിക്കോ. മോനെ, വേദനിച്ചോ? നടക്കുമ്പോ കുറച്ചുകൂടി ശ്രദ്ധിച്ച് നടക്കണ്ടേ മോനെ? ഫ്ലോർ ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഞങ്ങളെല്ലാം വീഴണ്ടേ? നീ മാത്രം എങ്ങനെയാ വീണത്? ഇനി നടക്കുമ്പോ ഫോൺ നോക്കി ഇങ്ങനെ നടക്കരുത്. ചിലപ്പോ വീണുപോയാലോ? നേരെ നോക്കി നടക്കണം കേട്ടോ. മക്കളോട് സ്നേഹം ഉണ്ടാവണമെങ്കിൽ പെറ്റമ്മയായിരിക്കണം എന്നൊന്നുമില്ല. കുട്ടികളെ മക്കളെ പോലെ നോക്കുന്നവളാണ് അമ്മ. അല്ലേ അനിയ? നമ്മുടെ വാണി ചേച്ചിയെ പോലെ. ചേട്ടാ, ഈ കുട്ടിയെ കാണുമ്പോ എനിക്ക് നമ്മുടെ വാണി ചേച്ചിയെ ഓർമ്മ വരുവാണെന്നേ. സ്റ്റുപ്പിഡ് ഫെലോ. പുറമേന്ന് വന്നവരുടെ വായിന്ന് ഇങ്ങനെയൊക്കെ കേൾക്കണോ? ഇനി മനുഷ്യനെ നാണം കെടുത്ത. യു ആർ എ ഗ്രോൺ അപ്പ് ബോയ്. വന്ന ഗസ്റ്റിനെ ഒന്നും ബുദ്ധിമുട്ടിക്കരുത് മോനെ. നീ വന്ന് റൂമിലേക്ക് പോ. ഇട ഇവിടെ വരാൻ. ബ്രേവ് ബോയ്. വെരി കൈൻഡ് ഓഫ് യു സീത. താങ്ക് യു സോ മച്ച്. സീത, പ്രിയ ഓൾറെഡി കഴിക്കാനിരുന്നിട്ടുണ്ട്. വാ. ആളെവിടെ? മനസ്സിലായോ? എന്ത്? ആ കുട്ടി ബെസ്റ്റ് എംപ്ലോയി മാത്രമല്ല, ബെസ്റ്റ് മരുമകള് കൂടിയാ. മുത്തശ്ശ,
എന്താ പറയണ്ടേ എന്താ ചെയ്യണ്ടെന്ന് എനിക്കറിയില്ല. ആ കുട്ടി ഈ വീട്ടിലെ മരുമകളായേ പറ്റൂ. ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. ഇത് നല്ല കൂത്തായാലോ, അഡോൾഫ് ഹിറ്റ്ലറിനെ പോലെ സംസാരിക്കുന്നു. ഇപ്പൊ ആ മൂഡിലേക്ക് എത്തിയിട്ടില്ല. എന്നെ അതാക്കണ്ട. ആ കുട്ടിയെ നിനക്ക് ഇഷ്ടം തന്നെയല്ലടാ. ഇതൊക്കെ അശോകായിരിക്കുമല്ലേ പറഞ്ഞത്? അവനെ കുറിച്ച് ഇപ്പൊ പറയൊന്നും വേണ്ട. ഞാനല്ലേ ഇപ്പൊ ചോദിക്കുന്നത്, ആ കുട്ടിയെ നിനക്ക് ഇഷ്ടല്ലേ? ഈ മുത്തശ്ശൻ പറയണത് എതിർക്കണമെങ്കിലേ നീ ഹിമാലയത്തിൽ പോയി തപസ്സിരിക്കണം മോനെ. അതെ, അതെ. ആ കുട്ടി ഈ വീട്ടിലെ മരുമകളായേ പറ്റൂ കേട്ടോ. ഇല്ലെങ്കിൽ എന്താ? രാത്രി പറയാം. കള്ളവട് റാസ്കൽ. ആ കുട്ടി ഈ വീട്ടിലെ മരുമകളായേ പറ്റൂ.